ടാറ്റ കർവിന്റെ ബോണറ്റ് ചെറുതല്ല, നല്ല വെയിറ്റ് ആണ്. ഞാൻ ഒന്ന് ക്ലോസ് ചെയ്ത് കാണിക്കാം. അത്ര ഉറപ്പാണ് കേട്ടോ. സെക്കൻഡ് മോഡൽ തൊട്ട് എല്ലാത്തിലും ഈ ഒരു ഇലക്ട്രിക്കൽ പവർ ഗേറ്റ് വരും. സെപ്റ്റംബർ 2-നാണ് നമുക്ക് ഈ പെട്രോളും ഡീസലും ലോഞ്ച് ആകുന്നത്. ഓക്കെ, അപ്പോൾ curve.ev ബുക്കിംഗ് ഗോകുലത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 21,000 ആണ് ബുക്കിംഗ്. ല്ല ഇന്ന് നമ്മുടെ ഒരു വണ്ടിയുടെ അകത്ത് നിന്നാണ് റിവ്യൂ തുടങ്ങുന്നത്. ആദ്യമേ വണ്ടിയുടെ കീ കാണിക്കാം. അതിനു മുമ്പ് വണ്ടി ഏതാണെന്ന് മനസ്സിലായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇതാണ് കീ. ഇത് കാണുമ്പോൾ, ഈ കീ കാണുമ്പോൾ നമുക്ക് ഒരു പ്രീമിയം ബ്രാൻഡ് പോലെ തോന്നും. ഒരു മെഴ്സിഡസോ അല്ലെങ്കിൽ BMW അല്ല. ഇത് നമ്മുടെ ടാറ്റയുടെ കർവാണ് വണ്ടി. ഈ ടാറ്റ കർവിന്റെ EVയുടെ ഇൻസൈഡ് ആണ്, അതായത് ഉൾഭാഗമാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. വണ്ടി ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ബാക്കി മാനുഫാക്ചേഴ്സ് ഒന്നും അല്ല എന്നുള്ള രീതിയിലുള്ള കുറേയധികം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അവരുടെ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ അത്രയധികം അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിന്റെ സ്റ്റിയറിംഗ് വീല് നിന്ന് നമുക്ക് തുടങ്ങാം. ഇത് ലെതർ റാപ്ഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. നല്ല ലക്ഷറി ഫീൽ വരുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ്. ഇതിൽ തന്നെ എയർ ബാഗ് ഇൻബിൽറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടാറ്റയുടെ എംബ്ലം കൊടുത്തിരിക്കുന്നു. അതുപോലെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വോളിയം അപ്പ് ഡൗൺ ഉണ്ട്. അതുപോലെ തന്നെ മെനു അപ്പ് ഡൗൺ ചെയ്യാൻ പറ്റും. ഫോൺ റിസീവ് ചെയ്യാനും കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. വോയിസ് അസിസ്റ്റന്റ് സിംഗിൾ ബട്ടണിൽ കിട്ടും. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ലൈൻ അസിസ്റ്റന്റ് ഉണ്ട്. ബിക്കോസ് ഇതിനകത്ത് അഡാസ് ലെവൽ 2 വരുന്നതാണ്. സോ അഡാസ് ലെവൽ 2 വരുന്നത് കാരണം നമുക്ക് ലൈൻ അസിസ്റ്റന്റ് ബട്ടൺസ് ഒക്കെ ഇവിടെ സിംഗിൾ ആയിട്ട് അവൈലബിൾ ആണ്. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മീഡിയ സ്ക്രീനിൻ്റെ ഉള്ളത് ഫീച്ചേഴ്സ് ലോഡഡ് ആണ്. ഞാൻ 1 by 1 ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകും. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. JBLന്റെ സ്പീക്കർ സിസ്റ്റമാണ് വരുന്നത്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങൾ വരുന്നത്. അലക്സ വരുന്നുണ്ട് ഇതിനകത്ത്. ഇത് സ്ക്രോൾ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്താൽ മതി, നമുക്ക് താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യാൻ പറ്റുന്നതാണ്. മെയിൻ ഒരു ഹൈലൈറ്റ്, ഇതിനകത്ത് ഒരു 360 ഡിഗ്രിയിലുള്ള സറൗണ്ടിങ്സ് ഉള്ള ഒരു ക്യാമറ വരുന്നുണ്ട്. ഇതാണ് ആ ക്യാമറയുടെ, നമുക്കൊരു ഓരോ പർട്ടിക്കുലർ സൈഡ് നമുക്ക് ഇതിനകത്ത് സ്പെസിഫൈ ചെയ്തും കാണാൻ പറ്റും. അത് 2D 3D ഇതിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ വോയിസ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ ടാറ്റ അസിസ്റ്റന്റ്, നമുക്ക് എമർജൻസി ആയിട്ട് വണ്ടി ബ്രേക്ക് ഡൗൺ ആയാലും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിയറസ്റ്റ് ടാറ്റ ഷോറൂമിലേക്ക് അസിസ്റ്റന്റിന് വേണ്ടി കോൾ ചെയ്യാവുന്നതാണ്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. മീഡിയയിൽ തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തീരാത്തത്ര ഫീച്ചേഴ്സാണ്. സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, HDMI, മൂഡ് ലൈറ്റ്, ഇത് നമുക്ക് ഇഷ്ടംപോലെ ലൈറ്റ്സ് നമുക്ക് ഇവിടെ കാണാം. ആംബിയൻ ലൈറ്റ്സ് ആണ്. ആംബിയൻ ലൈറ്റ്സിന്റെ കളറൊക്കെ നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമുക്ക് എത്രത്തോളം വിസിബിൾ ആകുമെന്ന് എനിക്കറിയില്ല. ഞാനത് മാക്സിമം സൂം ചെയ്ത് കാണിച്ചു തരാം. മൂഡ് ലൈറ്റ് തന്നെ പല മൂഡിൽ നമുക്ക് ഓഷ്യൻ, നേച്ചർ എന്നുള്ള ഇതിലുണ്ട് കളറ്. ഇതിൻ്റെയും കളറൊക്കെ, ഈ കളർ മാറുന്നത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു ആംബിയൻ ലൈറ്റിങ്, ഈ ഫ്രണ്ടിലെ ഡാഷ്ബോർഡിൽ കാണുന്ന ആംബിയൻ ലൈറ്റിങ് പുറകിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്. ഒരു പാൻഡ്രോമിക് സൺറൂഫ് ആണ് വരുന്നത്. ഈ പാൻഡ്രോമിക് സൺറൂഫിന്റെ 2 സൈഡിലുമായിട്ട് ഈ ഒരു ലൈറ്റ് ഉണ്ട്. ഇതിന്റെ കളർ മാറുന്നത് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇതിന്റെ സൺറൂഫ് ഒന്ന് തുറന്നു നോക്കാം. വളരെ വിശാലമായിട്ടുള്ള സൺറൂഫാണ്. പക്ഷെ ഇതിന്റെ പകുതി മാത്രമേ തുറക്കുകയുള്ളൂ, ബാക്കി ഗ്ലാസ് ആണ്. പിന്നീട് വരികയാണെങ്കിൽ നമുക്ക് വരുന്നത് ഒരു ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റബിൾ മിററാണ് വന്നിരിക്കുന്നത്. മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ടാറ്റ കർവിന്റെ EVയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ടിൽ വരുന്ന 2 സീറ്റും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. അത് മാത്രമല്ല 2 സീറ്റും വെന്റിലേറ്റഡും ആണ്. ഫുള്ളി ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ ഇതിന്റെ 2 സീറ്റും. സാധാരണ വണ്ടികളിലെ ഫ്രണ്ട് സീറ്റ് മാത്രം, ഡ്രൈവർ സീറ്റ് മാത്രം ഇലക്ട്രിക്കലായിട്ടാണ് വരുന്നത്. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴാണ് 2 സീറ്റും ഇലക്ട്രിക്കലി വരുന്നത്. പക്ഷെ ഇതിൽ 2 സീറ്റും നമുക്ക് സെക്കൻഡ് വേരിയന്റിൽ തൊട്ട് തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. ഈ സ്റ്റിയറിംഗ് ഭയങ്കര സ്മൂത്ത് ആണ്. നമുക്ക് ഒറ്റ കയ്യിൽ തന്നെ ടേൺ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിയറിംഗ് ആണ്. ഈ സ്റ്റിയറിംഗിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു പാഡൽ ഷിഫ്റ്റേഴ്സ് ആണ്, അപ്പ് ഡൗണിൻ്റെ ഒരു പാഡൽ ഷിഫ്റ്റേഴ്സ് ആണ്. ഈ പാഡൽ ഷിഫ്റ്റേഴ്സ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് റീജിയൻ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ പാഡൽ ഷിഫ്റ്റേഴ്സ് ആണ്. ഇത് റീജിയൻ ഇപ്പോൾ ഫുള്ളായിട്ട് കിടക്കുക, എന്നാൽ ലെവൽ 3ൽ കിടക്കുക. ഇതിപ്പോൾ ഞാൻ മൈനസ് ചെയ്യാണ്. അതുപോലെ തന്നെ നമുക്ക് റീജിയൻ മാക്സിമത്തിൽ വിടാൻ പറ്റും.
അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പാഡ് ഷിഫ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നതാണ് എന്നോട് പറഞ്ഞത്. ഞാനും ആദ്യം വിചാരിച്ചു ഇലക്ട്രിക് വണ്ടിയിൽ എന്തുകൊണ്ടാണ് ഒരു പാഡ് ഷിഫ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. സോ അതാണ് അതിൻ്റെ റീസൺ. പിന്നെ താഴത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ എല്ലാ വണ്ടികളിലെയും പോലെ തന്നെ ഒരു മൊബൈൽ ഹോൾഡർ ഉണ്ട്. ഇലക്ട്രിക് മൊബൈൽ ചാർജറാണ് വരുന്നത്. നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ വെച്ച് നോക്കാം. അപ്പോൾ എന്തായാലും മൊബൈലൊക്കെ ചാർജ് ആവുന്നുണ്ട്. ഇവിടെ ഒരു പാഴ്സൽ ട്രേ ആണ് വരുന്നത്. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ആണ്. EV ആണല്ലോ, അതുകൊണ്ട് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ആണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ മോഡുകളാണ് വരുന്നത്. സിറ്റി, എക്കോ, സ്പോർട്ട് എന്നുള്ള 3 മോഡുകളാണ് വരുന്നത്. വണ്ടി ഇപ്പോൾ പാർക്ക് മോഡിലാണ് കിടക്കുന്നത്. പാർക്ക് മോഡിൽ നിന്ന് മാറ്റാൻ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഗിയർ നോബിൽ പിടിച്ചിട്ട് ഡ്രൈവിലേക്ക് ഇട്ടാൽ ഇപ്പോൾ ഡ്രൈവിലേക്കായി. അതുപോലെ തന്നെ ന്യൂട്രൽ, അതുപോലെ റിവേഴ്സ്. ഈ റിവേഴ്സിൽ നിന്ന് നമുക്ക് റിവേഴ്സ് വരുമ്പോൾ നമുക്ക് ഇവിടെ ക്യാമറ കാര്യങ്ങളെല്ലാം ഡിസ്പ്ലേ വരുന്നുണ്ട്. നമ്മുടെ 360 ക്യാമറ ഫുൾ വ്യൂ ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളിപ്പോൾ റിവേഴ്സിലാണെന്ന് പറഞ്ഞല്ലോ, ഡയറക്റ്റ് നമുക്ക് പാർക്കിലേക്ക് പോകാൻ ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ പാർക്കിംഗ് ബട്ടണിൽ അമർത്തിയാൽ മാത്രം മതി. ഡയറക്റ്റ് പാർക്കിലേക്കായി. പാർക്കിങ്ങിൻ്റെ നമ്മുടെ പാർക്കിങ്ങിനുള്ള ബ്രേക്കിൻ്റെ ലൈറ്റും എല്ലാം ഇവിടെ വിസിബിളായി. ഇവിടെ വരുന്നത് ഇവിടെ ഒരു ഓട്ടോ ഹോൾഡിൻ്റെ ബട്ടണാണ് വരുന്നത്. ഈ ഡാഷ്ബോർഡിൻ്റെ താഴത്തായിട്ട് ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. 2 കപ്പ് ഹോൾഡറും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ക്ലോസ് ചെയ്യാം. അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഈ വരുന്നൊരു മെറ്റീരിയൽ ഒരു ലെതർ ഫിനിഷിംഗ് ഉള്ളൊരു മെറ്റീരിയലാണ്. ഒരു സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ AC കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതെല്ലാം ടച്ചാണ്. ഈ 2 സ്വിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാം ടച്ചാണ്. നമുക്ക് റിയറിലേക്ക്, അതുപോലെ മാക്സിമം ഫ്രണ്ടിലേക്ക്, റീസർക്കുലേഷൻ, ഇതെല്ലാം നമുക്ക് ഫുള്ളി ടച്ച് സ്ക്രീൻ ആയിട്ടാണ് വരുന്നത്. ടെമ്പറേച്ചർ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും, അപ്പ് ഡൗൺ ആയിട്ട്. ഇത് ഫാനിൻ്റെ കൺട്രോൾസ് ആണ് വന്നത്. ഭയങ്കര ഒച്ചയായി നമ്മൾ കുറച്ചുണ്ട്. ഇത് ഹഡ്സാസിൻ്റെ സ്വിച്ച് ഇവിടെ വരുന്നുണ്ട്. എല്ലാം ടച്ചാണ്, ഒന്നും ഫിസിക്കൽ ബട്ടൺസ് ഇല്ല. ആകെ ഈ 2 ബട്ടൺസ് മാത്രമേ ഫിസിക്കൽ ബട്ടണായിട്ട് വരുന്നുള്ളൂ. ഒരു കുറവെന്ന് പറയുന്നത് ഇപ്പോഴും പഴയ നെക്സോണിലൊക്കെ കണ്ടുപോലെ ചെറിയൊരു സ്പേസ് ഇവിടെയുണ്ട്. ഇവിടെ USB ചാർജറിൻ്റെ സ്ലോട്ടും ഒരു 40 വോൾട്ടിൻ്റെ USB സോട്ടും കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ടിൻ്റെ സോക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങോട്ടുള്ള ആക്സസിങ് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നി. കാരണം ചെറിയൊരു സ്പേസ് ആണ്. അതുകൂടി ചാറ്റയ്ക്കൊന്ന് മാറ്റിയിരുന്നെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരുന്നു എനിക്ക് തോന്നി. നമുക്കിനി എന്താണെങ്കിലും വണ്ടിയുടെ റിയർ ഭാഗത്തേക്ക് പോയി നോക്കാം. നമ്മൾ പുറകിലേക്ക് സീറ്റിലേക്ക് ഒന്ന് കയറി ഇരുന്ന് നോക്കാം. എന്താണെങ്കിലും വൈഡ് ഡോറാണ് വരുന്നത്. നല്ല ഹെവി ഡോറാണ് കേട്ടോ. ഓക്കെ, ഞാൻ അറ്റത്തേക്ക് ഇരിക്കാം. ചെറിയൊരു ട്രാൻസ്മിഷൻ ടണൽ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. EV വണ്ടിയായിട്ട് ഒരു ട്രാൻസ്മിഷൻ ടണൽ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ നമുക്ക് ബാക്കിയുള്ള ഇപ്പം ഇതൊരു കൂപ്പ SUV ടൈപ്പ് ഒരു വണ്ടിയാണ്. ഇതിൻ്റെ പുറയിലേക്ക് കയറിയപ്പോൾ നമുക്ക് 2 സീറ്റിലും സെൻട്രലാണെങ്കിലും ഒക്കെ ഭയങ്കര കുഷനിങ് ആണ്. ഏറ്റവും നന്നായിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുള്ള ഒരു തെളിവാണത്. ഹെഡ് സ്പേസ് എൻ്റെ തല മുട്ടുന്നൊന്നുമില്ല. അത്യാവശ്യം നല്ല ഹെഡ് സ്പേസും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഒക്കെ LED ലൈറ്റാണ് വന്നിരിക്കുന്നത്. ഡോർ ഹാൻഡിലൊക്കെ അത്യാവശ്യം ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. ഒരു കപ്പ് ഹോൾഡർ വന്നിട്ടുണ്ട് ഇവിടെ. ഈ ഒരു സൺറൂഫ് തുറന്നു കഴിയുമ്പോഴത്തേക്കും നല്ലൊരു വിസിബിലിറ്റി ആയിരിക്കും. ഒരു 6 എയർ ബാഗ് നമുക്ക് ഇപ്പം തന്നെ ഇവിടെ കാണാൻ പറ്റും. ഫ്രണ്ടിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം, നമുക്ക് ഫ്രണ്ടിൽ സീറ്റ് ബെൽറ്റ് അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത്. 2 സീറ്റും ഇതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഇവിടെ നിന്ന് വലിച്ചാൽ മാത്രം മതി. അതിന് മേളിലായിട്ട് എയർ ബാഗ് വരുന്നുണ്ട്. സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ലൈറ്റ് വരുന്നു. അതുപോലെ പുറകിൽ സൈഡിലും നമുക്കൊരു എയർ ബാഗ് വരുന്നുണ്ട്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. നല്ല കുഷനിങ് ഉള്ളൊരു സീറ്റാണ്. ഇത് വെന്റിലേറ്റർ ആണെന്ന് തോന്നുന്നു നമ്മുടെ സീറ്റ്, പക്ഷേ ഇത് വെന്റിലേറ്റർ സീറ്റ് അല്ല വരുന്നത്. കർവിന് ഫ്രണ്ട് പോർഷനിലേക്ക് വരുമ്പോൾ ശരിക്കും ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വരുന്നത്. ഈ സൈഡിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നേരത്തെ ടാറ്റ നെക്സോണിൽ വന്നിരുന്ന ചെറിയൊരു ഡിസൈൻ എലമെന്റ് ഒക്കെ ഇവിടെ ഉണ്ടെങ്കിലും ഫ്രണ്ട് പോർഷനിൽ ഫുള്ളി നമുക്ക് ഒരു DRL കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഹെഡ്ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് LED ആണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ചാർജിങ് സ്ലോട്ട്, ഇവിടെയാണ് നമ്മുടെ ചാർജിങ് സ്ലോട്ട് പ്ലഗ് ചെയ്യുന്നത്. ഇത് ശരിക്കും ഇൻസൈഡ് നമുക്ക് ഉള്ളിൽ നിന്ന് മാത്രമേ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ, പുറത്തുനിന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തൊരു ഇതാണ്. ഇവിടെ ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിലായിട്ട് സെൻസർ കൊടുത്തിട്ടുണ്ട്. ലെവൽ 2 അഡാസ് വരുന്നൊരു മോഡലാണ്. അതുകൊണ്ട് തന്നെ 360 ഡിഗ്രി ക്യാമറയും കാര്യങ്ങളും എല്ലാം നമുക്ക് Curvv.EVയിൽ ഇൻക്ലൂഡ് ആണ്. ഇനി നമുക്ക് സൈഡ് പോർഷനിലേക്ക് പോകാം. സൈഡ് പോർഷനിലേക്ക് പോകുമ്പോഴത്തേക്കും വലിയൊരു വീൽ ആർച്ചാണ് നമുക്ക് Curvv.EVയിൽ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഗ്ലാസ്സിലേക്ക് വരുമ്പോൾ, മിററിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെയും 360 ഡിഗ്രിയുടെ ഒരു ക്യാമറ ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. വീലിലേക്ക് വരുമ്പോഴത്തേക്കും 18 ഇഞ്ചിൻ്റെ 215/55/18
18 ഇഞ്ചിന്റെ വീൽസ് ആണ് ശരിക്കും കർ ഡോട്ട് വീല് വരുന്നത്. സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഡോട്ട് ടി വി എന്നുള്ളൊരു ബാറ്റിംഗ് കാണാം. അതുപോലെ തന്നെ ഡോർ ഹാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ലൈറ്റ്, ഒരു റിക്വസ്റ്റ് സെൻസർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ലൈറ്റ് ഉണ്ട്. മഹീന്ദ്ര XUV 700 കണ്ട പോലത്തെ ഒരു ഡോർ ഹാൻഡിലാണ് വരുന്നത്. ഇവിടെ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ പോർഷൻ പുറത്തേക്ക് വരും. ഇങ്ങനെയാണ് നമ്മൾ ഡോർ തുറക്കുന്നത്. ആ സൗണ്ട്. എ പില്ലറും ബി പില്ലറും ഒക്കെ നോർമൽ കാറുകളുടെ പോലെ തന്നെ സെയിം ആണ്. പക്ഷെ സി പില്ലറിലേക്ക് ഏറ്റവും പുറകിലേക്ക് വരുമ്പോഴാണ് കെർവിനെ കെർവാക്കുന്ന ഒരു യൂണീക്ക് ആയിട്ടുള്ളൊരു സംഭവം ഉള്ളത്. അതായത് നമുക്ക് ഇന്ത്യക്കാർക്ക് ഒരു കൂപ്പേ ടൈപ്പ് SUV ശരിക്കും പരിചിതമല്ല. പണ്ടുണ്ടായിരുന്നത് BMW X6 അങ്ങനെയുള്ള ഹൈ എൻഡ് കാർസ് മാത്രമാണെങ്കിൽ ഇപ്പം നമുക്കും ഒരു SUV കൂപ്പേ ടൈപ്പ് മോഡൽ ലഭ്യമായിരിക്കുകയാണ്. സോ നമുക്ക് പുറകിലേക്ക് പോകാം. റിയറിലേക്ക് വരുമ്പോഴത്തേക്കും ഇതാണ് ഒരു ഷേപ്പ്. ഇതാണ് നമുക്ക് കെർവിനെ കെർവാക്കുന്ന ആ ഒരു കൂപ്പേ ഡിസൈൻ. ഈ ഒരു ഷേപ്പ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്കാർക്ക് അത്ര പരിചയമല്ല. നമുക്ക് എന്താണെങ്കിലും ഈ ഡിസൈൻ ഒന്ന് നോക്കാം. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരു D4 വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊരു കൂപ്പേ ഡിസൈൻ ആയതുകൊണ്ടായിരിക്കാം ഇവിടെ റിയർ വൈപ്പർ നമുക്ക് കൊടുത്തിട്ടില്ല. പുറകിലേക്ക് വരുമ്പോഴത്തേക്കും ടാറ്റയുടെ ലോഗോ ഉണ്ട്. ടാറ്റയുടെ ലോഗോ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 3D ഡിസൈനിലാണ് ടാറ്റയുടെ ലോഗോ ഇവിടെ കെർവ് ഡോട്ട് EVയിൽ അവർ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാം. സിംഗിൾ ടച്ച് ആണ്. ഓക്കെ, 500 ലിറ്റേഴ്സിന്റെ ഒരു ബൂട്ട് സ്പേസ് ആണ്. നമുക്ക് ഈ ഒരു സെഗ്മെന്റിൽ ഇപ്പോൾ ഉള്ള വണ്ടികളൊന്നും ഇല്ലാത്ത അത്രയും വലിയൊരു ബൂട്ട് സ്പേസ് ആണ് നമുക്ക് ടാറ്റ ഡോട്ട് EVയിൽ കെർവ് ഡോട്ട് EVയിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ടെയിൽ ഗേറ്റ് എല്ലാം ഇലക്ട്രിക്കൽ പവേർഡ് ആണ്. സെക്കൻഡ് മോഡൽ തൊട്ട് എല്ലാത്തിലും ഈ ഒരു ഇലക്ട്രിക്കൽ പവർ ഗേറ്റ് വരുന്നുണ്ട്. അതാണ് ഇതിന്റെ വേറെ പ്രത്യേകത. സിംഗിൾ പ്രസ് ആണ്. ഞാൻ പ്രസ് ചെയ്തു. ഓക്കെ, നമുക്ക് കെർവ് ഡോട്ട് EVയുടെ കുറച്ച് ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഗോകുലത്തിലെ ഒരു എക്സിക്യൂട്ടീവ് കൂടെ ഉണ്ട്. ഹായ്. ഹായ്, എന്താണ് പേര്? ഗോകുൽ. ഗോകുൽ എന്നാണ് പേര്. ഗോകുലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം നമ്മുടെ കെർവ് ഡോട്ട് EV ഇപ്പോൾ വന്നു. നമുക്ക് ബുക്കിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ടോ? ബുക്കിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമുക്ക് മിനിമം 21,000 ആണ് നമുക്ക് ബുക്കിംഗ് എമൗണ്ട് വരുന്നത് EVക്ക്. ഇത് കൂടാതെ നമുക്ക് കെർവിന്റെ തന്നെ ഡീസലും പെട്രോൾ മോഡലുകൾ ലോഞ്ച് ആവുന്നില്ലേ? ലോഞ്ച് നമുക്ക് അടുത്ത മാസമാണ്. ഇപ്പൊ ലോഞ്ച് ആയിരിക്കുന്നത് അപ്പം നമ്മുടെ EV മാത്രമാണ്. പക്ഷെ നമുക്ക് ഉടനെ തന്നെ ഒരു പെട്രോൾ മോഡലും അതുപോലെ തന്നെ ഒരു ഡീസൽ മോഡലും പെട്രോൾ 2 എഞ്ചിൻ വരുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അപ്പോൾ ഒരു 1 മന്ത് ഗ്യാപ്പ്. നമുക്ക് സെപ്റ്റംബർ 2-ാം തീയതിയാണ് ലോഞ്ച് വരുന്നത്. സെപ്റ്റംബർ 2-നാണ് നമുക്ക് ഈ പെട്രോളും ഡീസലും ലോഞ്ച് ആവുന്നത്. നമുക്കപ്പോ ഇപ്പൊ ഇതിന്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എത്ര നാളെടുക്കും അപ്പൊ ഇതിന്റെ നമുക്ക് ഇതിന്റെ ഡെലിവറി ഷെഡ്യൂൾ ചെയ്തേക്കുന്നത് നമുക്ക് ഈ മാസം 23-ാം തീയതി തൊട്ട് ഡെലിവറി കൊടുത്തു തുടങ്ങുമെന്നാണ് ടാറ്റ എന്നുള്ള ഇൻഫർമേഷൻ. ഓക്കെ, നമുക്കപ്പം ബുക്കിംഗ് ചാർജ് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പറയാം. നമുക്ക് 21,000 ആണ് നമുക്ക് ബുക്കിംഗ് എമൗണ്ട് വരുന്നത്. ഓക്കെ, അപ്പൊ കെർവ് ഡോട്ട് EVയുടെ ബുക്കിംഗ് ഗോകുലത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 21,000 ആണ് ബുക്കിംഗ് എമൗണ്ട് വരുന്നത്. ഇനി ഒരു കാര്യം, നമുക്ക് ഇതിന് എത്ര ബാറ്ററി പാക്ക് ആണ് ഉള്ളത്? നമുക്ക് ഇതിൽ 2 ബാറ്ററി പാക്കപ്പ് ആണ് വരുന്നത്. ഓക്കെ, അതിന്റെ റേഞ്ച് കൂടെ ഒന്ന് പറയാം. നമുക്ക് ഒന്നാമത് വരുന്നത് 45 കിലോവോൾട്ടിന്റെ ബാറ്ററി പാക്കപ്പ് ആണ്. ഓക്കെ, അതിന് വരുന്നത് 502 ആണ് കിലോമീറ്റർ വരുന്നത് റേഞ്ച് വരുന്നത്. പിന്നെ വരുന്നത് നമുക്ക് 55 കിലോവോൾട്ടിന്റെ ബാറ്ററി പാക്കപ്പ് ആണ്. അതിന് ടാറ്റ പറയുന്നത് 585 കിലോമീറ്റർ ആണ്. ഇത് നമുക്കൊരു ഫുൾ ചാർജ് ആവാൻ ഏകദേശം ടൈം എന്ന് പറയാം. നമുക്കൊരു ഫാസ്റ്റ് ചാർജ് ആണെങ്കിൽ നമുക്ക് 10% to 80% 40 മിനിറ്റ് ആണ്. 40 മിനിറ്റ് ആണ്. അത് ഹയർ പാക്കേജിലുള്ള. ഇതിന്റെ പ്രൈസ് കാര്യങ്ങളെല്ലാം റിവീൽ ആയോ? റിവീൽ ആയിട്ട് എങ്ങനെയാണ് അതും കൂടെ ഇതിന്റെ രണ്ടിന്റെ പ്രൈസും കൂടെ ഒന്ന് പറയാം. 4 മോഡലുണ്ടോ? 4 മോഡലാണ് വരുന്നത്. ഓക്കെ, അത് ഏതൊക്കെയാണ്? അക്കംപ്ലിഷ്, നമുക്ക് വരുന്നത് ക്രിയേറ്റീവ്, അക്കംപ്ലിഷ്, എംപവേർഡ്, ഇങ്ങനെ 3 വേരിയന്റിലാണ് വരുന്നത്. ടോട്ടൽ അത് ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ 5 വേരിയന്റ് ആയിട്ട് വരും. ഓക്കെ. സോ ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് പറയാമോ? ഒരു 1749 മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. 1749 ആണ് എക്സ്ഷോറൂം വരുന്നത് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ഇതിന്റെ ടോപ്പ് സ്പെക്കിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രൈസ് എങ്ങനെയാണെന്ന് പറയാമോ? നമുക്ക് ഇതിന്റെ ടോപ്പ് സ്പെക്കിലേക്ക് വരുമ്പോൾ പ്രൈസ് വരുന്നത് 2199 ആണ് എക്സ്ഷോറൂം വരുന്നത്. ഓക്കെ, ഇതിന്റെ ഇൻട്രോഡക്ടറി പ്രൈസ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഓക്കെ, ഇത് ലിമിറ്റഡ് കസ്റ്റമേഴ്സിനായിരിക്കും ഇത് വരുന്നത്. പ്രൈസ് ആദ്യം ബുക്ക് ചെയ്യുന്ന ലിമിറ്റഡ് കസ്റ്റമേഴ്സിന് ഈ ഒരു 17.49 എന്നുള്ളത് സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് പറഞ്ഞത്. പറഞ്ഞ പോലെ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഇതെല്ലാം ഒരു ഇൻട്രോഡക്ടറി പ്രൈസ് ആണ്. ഇത് പിന്നീട് ചേഞ്ച് ആവും അല്ലേ? അപ്പം EV നോക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ലേറ്റ് ആകാതെ വന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പൈസ ലാഭത്തിന് EV എടുക്കാൻ പറ്റും. തീർച്ചയായും. ഇത് ഏതൊക്കെ കളേഴ്സിലാണ് വരുന്നത്? നമുക്ക് ഇതിൽ ഫുൾ ഓപ്ഷനോട്ട് വരുമ്പോൾ നമുക്ക് ഏകദേശം 5 കളറോളം വരുന്നുണ്ട്. ഓക്കെ, ഇത് വെർച്വൽ സൺറൈസ് എന്ന് പറഞ്ഞ കളറാണ്. വെർച്വൽ സൺറൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് കാണുന്നു. ഓക്കെ, പിന്നെ നമുക്ക് വൈറ്റ് വരുന്നുണ്ട്, റെഡ് വരുന്നുണ്ട്, ഓക്സൈഡ് ഗ്രേ വരുന്നുണ്ട്, പ്യുവർ ഗ്രേ വരുന്നുണ്ട്. 5 കളേഴ്സ് മൊത്തം വരുന്നുണ്ട്.
എംപവേർഡ് ഗ്രേ എന്നാണ് അതിന് പറയുന്നത്. ഓക്സൈഡ് ഗ്രേ അല്ല, എംപവേർഡ് ഗ്രേ. എംപവേർഡ് ഗ്രേ എന്നാണ് പറയുന്നത്. വേറൊരു കാര്യം, നമുക്ക് വണ്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റിംഗ് ഉണ്ടോ അതോ റെഡിലി അവൈലബിൾ? നമുക്ക് ഡെലിവറികൾ ഷെഡ്യൂൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് 23 മുതലാണ് ഷെഡ്യൂൾ ചെയ്ത് തുടങ്ങിയത്. അപ്പം ബാക്ക് ഓർഡർ എങ്ങനെ നമുക്ക് വണ്ടികൾ ഓണത്തിന് മുമ്പ് നമുക്കൊരു EV എടുത്ത് വീട്ടിൽ പോകാൻ പറ്റും അല്ലേ? തീർച്ചയായും. ഓക്കെ. ഇതിന്റെ അതുപോലെ ചാർജിങ് സ്ലോട്ട് ഉണ്ടല്ലോ, ഇത് നമുക്കിത് മാനുവൽ ആണോ അതോ? അത് നമുക്ക് അവിടെ സ്വിച്ച് ആണ് വരുന്നത്. അത് ക്ലോസ് ചെയ്യുന്നതും നമ്മൾ അത് സ്വിച്ചിൽ തന്നെ ഞെക്കിയാൽ മതി, ക്ലോസ് ആയിക്കോളും. ഇതിന്റെ ഫ്രണ്ടിൽ കുറച്ച് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. നമുക്ക് എന്താണെങ്കിലും ഫ്രണ്ടിൽ സ്റ്റോറേജ് സ്പേസ് കൂടെ ഒന്ന് നോക്കാം. സാധാരണ നമ്മൾ ബോണറ്റ് തുറക്കുമ്പോഴത്തേക്ക് എഞ്ചിനാണ്, ഇതൊരു EV എന്താണെങ്കിലും എഞ്ചിൻ ഉണ്ടാവില്ലെന്ന് അറിയാം. പക്ഷെ ഇവിടെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ടല്ലേ? ഇതാണ് സ്റ്റോറേജ് സ്പേസ്. പെട്ടെന്ന് നോക്കുമ്പോൾ ഇവിടെ ഡോ ടിവിയുടെ ഒരു ബാഡ്ജിങ് ഇവിടെ ഉണ്ട്. ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ് അല്ലേ? നമുക്ക് ഒരു 5 കിലോ വരെ നമുക്ക് ഇതിൽ ക്യാരി ചെയ്യാൻ പറ്റും. 11 ലിറ്റർ ആണ് ബൂട്ട് സ്പേസിന്റെ രീതിയിൽ പറയുവാണെങ്കിൽ. ബൂട്ട് സ്പേസിന്റെ രീതിയിൽ 5 ലിറ്റർ ആണ് അല്ലേ? 11 ലിറ്റർ. സോറി 11 ലിറ്റർ ആണ്. 5 kg നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ബാക്കി ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. കാരണം ഈ വേണ്ട ബാറ്ററി എല്ലാം പ്ലേസ് ചെയ്യിക്കുന്നത് നമ്മുടെ ബോട്ടം അല്ലേ? ബോട്ടമിലാണ് പ്ലേസ് ചെയ്യിക്കുന്നത്. നമുക്ക് ഫുഡ് അടച്ചേക്കാം. പക്ഷെ EV ആയിട്ട് പോലും ഇവിടെ നമുക്ക് എഞ്ചിൻ കവർ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, നോയിസ് റിഡക്ഷൻ കാര്യങ്ങളൊക്കെ. നമ്മുടെ ടാറ്റ കർവിന്റെ ബോണറ്റ് ചെറുതല്ല, നല്ല വെയിറ്റ് ആണ്. ഞാൻ ഒന്ന് ക്ലോസ് ചെയ്ത് കാണിക്കാം. അത്ര ഉറപ്പാണ് കേട്ടോ. അപ്പൊ ഗോകുലേ, നമ്മുടെ ടാറ്റ കർവ് EVയില് എന്തൊക്കെ അഡീഷണൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നത്, സോ അതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? നമുക്കിപ്പോ മെയിൻ ആയിട്ട് പറയാനുള്ളത്, നമുക്ക് ഇതിൽ ആവാസ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. അതായത് അക്വസ്റ്റിക് വെഹിക്കിൾ അലർട്ട് സിസ്റ്റം. അതാണ് ആവാസ് എന്നുള്ളതിന്റെ ഫുൾ ഫോം. നമുക്ക് പറയുവാണെങ്കിൽ ഹിന്ദി വേർഡാണെന്ന് പറയാം. അതെ, ശബ്ദം എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അതെ. നമുക്ക് അതെന്ന് പറയുന്നത്, നമുക്ക് നോർമൽ ഇതുവരെയുള്ള EV വെഹിക്കിൾസിന് നമുക്ക് സൗണ്ട് വരുന്നില്ലായിരുന്നു. ഓക്കെ. അപ്പൊ ഇത് ചെറിയ സ്പീഡിൽ, അതായത് 20 കിലോമീറ്റർ താഴെ വരുവാണെങ്കിൽ നമുക്ക് ഇതിൽ ഒരു സൗണ്ട് വരുന്നുണ്ട്. നമുക്ക് ഇതിലൊരു സ്പീക്കർ വരുന്നുണ്ട്. പെഡസ്ട്രിയൻസിനെയും ബാക്കിയുള്ളവരെ അലർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അല്ലേ? അതെ. അതാണ്. സോ അതാണ് ആവാസ് എന്നുള്ള ഫീച്ചർ അല്ലേ? വേറെ എന്തൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ട് നമുക്ക് വരുമ്പോഴത്തേക്കും? നമുക്ക് ഉള്ളിലൊന്ന് കയറി നോക്കിയോ? സോ ഗോകുലെ, ഞാനൊരു വാക്ക് അറൗണ്ട് പ്രതീക്ഷയായിരുന്നു വന്നത്. അപ്പം നമുക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമുക്ക് ഗോകുലിനെ കിട്ടി. അപ്പൊ എന്താണെങ്കിലും കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ആകുമ്പോൾ ഒന്നും കൂടുതൽ അറിയാൻ പറ്റുമല്ലോ. എന്തൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ഫീച്ചേഴ്സിലായിട്ട് വരുന്നത്, സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് വരുന്ന ഒരു? നമുക്ക് ആഡാസിന്റെ ലെവൽ 2 ആണ് വരുന്നത്. അഡാസ് ലെവൽ 2 ആണ്. ലെവൽ 2 എന്തൊക്കെയാണ് വരുന്നത്? നമുക്ക് അതിൽ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. ഓക്കെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയുടെ സ്പീഡ് സെൻസ് ചെയ്ത് നമ്മൾ ഈ സ്പീഡിൽ തന്നെ ആയിരിക്കും പോകുന്നത്. നമ്മുടെ വെഹിക്കിളും ഈ സ്പീഡിൽ തന്നെ ആയിരിക്കും പോകുന്നത്. കൊളിഷൻ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ലൈൻ ചേഞ്ചിങ് വരുന്നുണ്ട്. ലൈൻ ചേഞ്ചിങ്ങിന്റെ അലർട്ട് വരുന്നുണ്ട്. പിന്നെ ഫോർവേഡ് കൊല്യൂഷൻ വാർണിംഗ് വരുന്നുണ്ട്. ഓക്കെ. ഫ്രണ്ടിലെ വണ്ടി പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇടുവാണെങ്കിലും നമ്മുടെ ആഡാസ് ഇത് പ്രവർത്തിച്ചിട്ട് നമ്മുടെ വണ്ടി ഓട്ടോമാറ്റിക്കലി ആ ഒരു സേഫ് ഡിസ്റ്റൻസ് തന്നെ ബ്രേക്ക് ചെയ്യും. സോ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഇത് ഏത് മോഡലോട്ടാണ് വരുന്നത്? നമുക്കിത് ഫുൾ ഓപ്ഷൻ മോഡൽ എംപവേർഡ് പ്ലസ് A എന്ന് പറഞ്ഞ മോഡലാണ് വരുന്നത്. അഡാസ് ടോപ്പ് സ്പെക്കിലാണ് വരുന്നത്. നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൈസിൽ സ്റ്റാർട്ടിംഗ് മോഡലിൽ വരുന്നില്ല. നമുക്ക് 360 ക്യാമറയും കാര്യങ്ങളൊക്കെ ഏത് മോഡലായിട്ടാണ് വരുന്നത്? അക്കംപ്ലിഷ് എന്ന് പറഞ്ഞ മോഡൽ. അക്കംപ്ലിഷ്. അപ്പം ഇതിനൊരു 360 ക്യാമറയും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇതിൽ ഈ മോഡൽ വരുന്നുണ്ട്. ഏത് മോഡലോട്ടാണ് നമുക്ക് 360 ക്യാമറയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് രണ്ടാമത്തെ പെർസോണായ അക്കംപ്ലിഷ്ഡ് തൊട്ടാണ് നമുക്ക് 360 ക്യാമറ അവൈലബിൾ. സെക്കൻഡ് വർഷം തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കാരണം ഈ നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോഴൊക്കെ ഈ 360 ക്യാമറ ഉള്ളത് ഭയങ്കര ഒരു ഉപകാരമായി. ചെറിയ കൺജസ്റ്റഡ് പാർക്കിംഗ് ഒക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ഇതിന്റെ ഒരു ഷേപ്പും ആദ്യം ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് സെക്കൻഡ് മോഡൽ തൊട്ട് നമുക്ക് 360 ക്യാമറയൊക്കെ അവൈലബിൾ ആണ്. കാരണം ഇപ്പൊ എല്ലാ ആൾക്കാരും അക്കംപ്ലിഷ് പ്ലസ് അല്ലേ? കാരണം ഇപ്പൊ എല്ലാരും വണ്ടി എടുത്തിട്ട് 360 ക്യാമറ ഒക്കെ പുറത്തുനിന്ന് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇൻബിൽഡ് ആയിട്ട് വരുന്ന സെക്കൻഡ് മോഡൽ തന്നെ വരുന്നുണ്ട്. സോ അങ്ങനെയുള്ള നമുക്കൊരു എക്സ്ട്രാ ഇത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അല്ലേ? നമുക്ക് ഇതിനകത്ത് വോയിസ് കമാൻഡ് ഒക്കെ വരുന്നില്ല. ടെസ്റ്റ് ചെയ്ത് കാണിക്കാവോ? പിന്നെന്താ, തീർച്ചയായും. നമുക്ക് ഇതിലെ വോയിസ് കമാൻഡ് വരുന്നുണ്ട്. ഓക്കെ. നമുക്ക് ആദ്യം ഇത് വോയിസിന്റെ ഇത് കൊടുത്തിട്ട് ഹേയ് ടാറ്റ ഓപ്പൺ സൺറൂഫ്. ഓക്കേ, ഓപ്പണിംഗ്. ഇതുപോലെ തന്നെ ക്ലോസിംഗ് ചെയ്യാം അല്ലേ? ക്ലോസിംഗ് ചെയ്യാം. ഹേയ് ടാറ്റ ക്ലോസ് സൺറൂഫ്. ഓക്കേ, ക്ലോസിംഗ് സൺറൂഫ്. സോ അതൊക്കെയാണ് നമ്മുടെ ടാറ്റ curve.evയുടെ വിശേഷങ്ങൾ. കുറച്ചധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഗോകുൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഗോകുൽ താങ്ക് യു വെരി മച്ച്. സോ ശ്രീ ഗോകുലം മോട്ടോഴ്സിലാണ് നമ്മൾ നിൽക്കുന്നത്. കൊച്ചിയിൽ വൈറ്റ്ലയിൽ
നെട്ടൂർ INTUC ജംഗ്ഷൻ. ഞെട്ടൂരാണ് നമ്മുടെ ഷോറൂം വരുന്നത്. ബുക്കിങ്ങിനും കാര്യങ്ങളുമായിട്ട് ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സോ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. സോ എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും നിങ്ങളപ്പോൾ അത് ഹാൻഡിൽ ചെയ്തോളൂ. തീർച്ചയായും നമുക്ക് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്യാം. ടെസ്റ്റ് ഡ്രൈവ് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകും. ഇവിടെ ഷോറൂമിൽ വരാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി തീർച്ചയായും നമുക്ക് ഷോറൂം ഹോം വിസിറ്റ് നമുക്ക് കാര്യങ്ങൾ ഹോം വിസിറ്റ് ആണ് പറയുന്നത് അല്ലേ. സോ ഹോം വിസിറ്റ് അങ്ങനെയുള്ള ഫെസിലിറ്റീസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എന്താണെങ്കിലും നമ്പറിൽ വിളിക്കുക. നിങ്ങൾക്ക് ഏത് കാറാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എത്തിച്ചു തരുന്നതാണ്. സോ ഈ ഒരു വീഡിയോ എല്ലാവരും കാണുക. നമുക്ക് ഓണമാണ്, അപ്പം ഒരു ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം.